മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്വന്തം ജയിലിൽ പോയത് അതിനകത്തല്ലേ? ജയിലിൽ പോയത് എന്തിനാണെന്നറിയില്ല. ഞാൻ ജയിലിൽ പോയ കഥയൊക്കെ എനിക്കറിയാലോ. കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് കൊക്കൈനുമായി നടൻ ഷൈൻ ടോം ചാക്കോയും മോഡലുകളും ഉൾപ്പെടെയുള്ളവർ പിടിയിലാകുന്നത്. 2015 ജനുവരി 30 സംഭവം. കേസ് രജിസ്റ്റർ ചെയ്ത് 10 വർഷമാകുമ്പോഴും വിചാരണ പൂർത്തിയായിട്ടില്ല. 2018 ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചത്. അതിനിടെ തുടരന്വേഷണവും നടന്നു. പോലീസ് റെയ്ഡിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒന്നാം പ്രതിയായ രേഷ്മ രംഗസ്വാമി, ബ്ലെസി സിൽവസ്റ്റർ എന്നിവർ ഫോണിൽ പകർത്തിയ കൊക്കൈൻ്റെ ചിത്രം തുടരന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചു. ഇവരുടെ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലവും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. ഇത്തരം കേസുകളിൽ സാധാരണയായി ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാറില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. വിചാരണ നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഫ്രാൻസിസ് ഷെൽബിയുടെ ക്രോസ് വിസ്താരമാണ് പൂർത്തിയാകാനുള്ളത്. സിനിമാ മേഖലയിലുള്ളവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി തെളിവ് സഹിതം ലഭിച്ചത് ഷൈൻ ടോം ചാക്കോയും കൂട്ടാളികളും അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെയായിരുന്നു. 2015 കാലം മുതൽക്ക് നമുക്ക് എക്സൈസിനും പോലീസിനും ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. പക്ഷേ അതിന് നമ്മൾക്ക് ഇൻഫർമേഷൻ ഇല്ലാതെ കേസുകളൊന്നും കിട്ടിയിരുന്നില്ല. 2015 പക്ഷേ ഇപ്പോഴത്തെ പ്രശസ്ത നടനായ ഷൈൻ ടോം ചാക്കോയെ 4 സ്ത്രീകളെയും കൂടി 7 ഗ്രാം കൊക്കൈനുമായിട്ട് പിടികൂടിയത്. അത് കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണ്. അപ്പോൾ ഈ 2015 ആദ്യമായിട്ട് ഇങ്ങനെ സിനിമാ നടന്മാർ ഇത് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് തെളിവ് കിട്ടിയത്. നിയമത്തിലെ നൂലാമാലകളും പ്രതിഭാഗത്തിന്റെ വൈകിപ്പിക്കലുമാണ് വിചാരണ നടപടികൾ നീണ്ടുപോകാൻ കാരണം. കേസിൽ അറസ്റ്റിലായ ഷൈൻ ടോം ചാക്കോയ്ക്ക് 2 മാസത്തിനു ശേഷം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.